ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കൊക്കെയും പല പല ദൈവങ്ങളോട് ഇഷ്ടമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എങ്കിലും ആ ഈശ്വരന് നമ്മൾ പല ഭാവങ്ങൾ കൽപ്പിച്ച് ആ ഒരു ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നതിന് പല മാർഗങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതല്ലേ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് മനസ്സിനിണങ്ങിയ ഒരു ദേവതയെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ നിരന്തരം ആ ഒരു ദേവതയോട് നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിനും ആത്മീയമായ ഉന്നതി ഉണ്ടാക്കുന്നതിനും ജീവിത പുരോഗതി ഉണ്ടാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഇഷ്ടദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മിൽ സംപ്രീതനായി നമ്മിൽ വസിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ തന്നെ ചില മാറ്റങ്ങൾ പ്രകടമാകും. അപ്പോൾ 6 തരത്തിൽ പ്രധാനമായിട്ട് ഈ ഒരു മാറ്റങ്ങളെ പറയുന്നുണ്ട്. ഈ 6 തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ കണ്ടു തുടങ്ങിയാൽ ആ ഒരു വ്യക്തിയിലേക്ക് ആ ഒരാളുടെ ഇഷ്ടദേവൻ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ വസിക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 6 ലക്ഷണങ്ങൾ? അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടദൈവം നമ്മിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ശീലത്തിലും സ്വഭാവത്തിലും പ്രധാനമായിട്ടുണ്ടാകുന്ന 6 മാറ്റങ്ങളിൽ പരമപ്രധാനമായ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പ്രകൃതിയോട് അടുക്കും എന്നതാണ്. സസ്യങ്ങൾ നട്ടു പരിപാലിക്കുന്നതിനും അതുപോലെ തന്നെ പ്രകൃതിയിലെ ചില പ്രത്യേക സ്ഥലങ്ങൾ, മലകൾ, അതിനോട് ചേർന്ന ആരാധനാലയങ്ങൾ, മതപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ചില പ്രത്യേക സസ്യങ്ങൾ, ഇതിനോടൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു ചായ്വ്, ഒരു അലിവ്, അതിനെ പവിത്രമായിട്ട് കാണുക. അതുപോലെ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് ആഹാരം നൽകുക, നദികൾ, പർവ്വതങ്ങൾ, ഇങ്ങനെ പ്രകൃതിയിലുള്ള ചില പ്രത്യേക വസ്തുക്കളോട് ഒരു ആദരവ് വെച്ച് പുലർത്തുക, അതിനോടൊരു സമഭാവന പുലർത്തുക, അവയ്ക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ കൃത്യമായും ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ വസിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണത്. ആ ഒരു ദൈവം നിങ്ങളുടെ ഇഷ്ടമൂർത്തിയാകാം, നിങ്ങളുടെ കുടുംബ ദേവതയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആ ഒരു ദേവനാകാം. എന്തായിരുന്നാലും ആ ഒരു ഈശ്വരന്റെ ആ ഒരു ചൈതന്യം നിങ്ങളിൽ നിറഞ്ഞിരിപ്പുണ്ട്, നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഇനി ആ ഒരു രണ്ടാമത്തെ ആ ഒരു സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്നുള്ളത് ഭക്ഷണ രീതിയിലാണ്. അത്രയും കാലം നോൺ വെജ് ഭക്ഷണത്തിനോടൊക്കെ വളരെ താല്പര്യം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു നോൺ വെജ് ഭക്ഷണത്തിനോടൊരു വിരക്തി തോന്നുക, തീർത്തും സാത്വികമായിട്ടുള്ള ആ ഒരു ഭക്ഷണക്രമത്തിലേക്ക് മാറുക, ലഹരി പാനീയങ്ങൾ തീർത്തും വർജിക്കുക, നോൺ വെജ് ഒക്കെ ഇനി ഒരു അല്പാൽപമായിട്ട് കഴിച്ചാൽ പോലും അതൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്ന ഒരു ചിന്ത ഉണ്ടാകുക. നിങ്ങൾക്ക് ചിലപ്പോൾ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ ആ ഒരു നോൺ വെജ് കഴിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് കൈവരാതിരിക്കുക, അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഭക്ഷിക്കുന്ന ഒരു ശീലം നിങ്ങളിൽ ഉടലെടുക്കുന്നുവെങ്കിൽ അതും നിങ്ങളിൽ ഈശ്വരാംശം വസിക്കുന്നു എന്നതിൻ്റെ ആ ഒരു സൂചനയാണ്. അതിനോടൊപ്പം തന്നെ ഇവർ ഭക്ഷണപരമായിട്ട് പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി അന്നം കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിക്കുക, മറ്റുള്ളവർക്ക് അന്നദാനം നടത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അവരുടെ വിശപ്പിന് ഭക്ഷണം കൊടുക്കണം എന്ന് ഒരു കൊടുത്തു കഴിക്കുന്ന ആ ഒരു ശീലം ഭക്ഷണപരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചപ്പെടുത്തിക്കൊള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഈശ്വരൻ വസിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണപരമായിട്ടുള്ള ചിന്തകൾ, ശീലങ്ങൾ നിങ്ങൾക്ക് വെച്ച് പുലർത്താനായിട്ട് തോന്നുന്നത്. ഇനി ആ ഒരു ഇഷ്ടദൈവം അല്ലെങ്കിൽ ഇഷ്ടമൂർത്തി അല്ലെങ്കിൽ ആ ഒരു മഹാലക്ഷ്മി നമ്മുടെ പ്രാണനിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വസിക്കുന്നുണ്ട് എങ്കിൽ മൂന്നാമതായിട്ട് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് ദൈവീകമായ അറിവുകളിലേക്ക് ആ ഒരു വ്യക്തി അടുക്കും, ചെവിയോർക്കും എന്നതാണ്. ഇപ്പോൾ ദൈവികമായ പുസ്തകങ്ങൾ, പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, സ്തോത്രങ്ങൾ, സ്തുതികൾ, ഇതൊക്കെ വായിക്കുക, മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് കേൾക്കുക, ഈശ്വരീയമായ ഭാഷണങ്ങൾ കേൾക്കുക, അവയ്ക്ക് ചെവി ഓർക്കുക, ആത്മീയപരമായിട്ടുള്ള സ്പീച്ച് അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുക, അതിനുവേണ്ടി സമയം ചിലവഴിക്കുക, കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾക്കൊക്കെ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സമയം നീക്കി വയ്ക്കുക. ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഈശ്വര ചൈതന്യം വസിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതിനോടൊപ്പം തന്നെ ഈ പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രഭാഷണം നടക്കുന്ന ആചാര്യന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സത്സംഗ പരിപാടികളിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ തന്നെ
പാലിക്കാൻ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുവെങ്കിൽ തീർച്ചപ്പെടുത്തിക്കോളൂ, നിങ്ങളിൽ ആ ഒരു ഈശ്വരൻ വസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല കേട്ടോ, അതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ മാറി ഇത്തരത്തിലുള്ള വളരെ ആത്മീയപരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് അടുക്കാനുള്ള ഒരു 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 സൗഹൃദവാജ്ഞ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഉണ്ടാകുന്ന ഒന്നാണ് ജാതീയമായ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു മേൽക്കോയ്മ നിങ്ങളുടെ മനസ്സിൽ നിന്നേ മാഞ്ഞു പോകും. എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഈശ്വര സൃഷ്ടിയാണ്, എല്ലാവരും ഒരേ ഈശ്വരന്റെ ആ ഒരു സൃഷ്ടിയാണ്, എല്ലാവരുടെയും ശരീരത്തിലൂടെ ഒഴുകുന്നത് ഒരേ രക്തമാണ്, എല്ലാവർക്കും ഉള്ളത് ഒരേ മജ്ജയും മാംസവുമാണ്, ഒരേ രൂപപ്രകൃതിയാണ്, അവർക്ക് തമ്മിൽ ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവില്ല. ഇങ്ങനെ വേർതിരിവില്ലാതെ എല്ലാവരെയും സമഭാവനയോടുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഉള്ളിൽ അവർ ഈശ്വര ചൈതന്യം കുടിയിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണത്. ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബന്ധങ്ങളിൽ നിന്ന് മുക്തനാവുക, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു ശീലമാണ്. വളരെ അടുത്ത ബന്ധങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും അകന്നൊഴിഞ്ഞ് ഒരൊറ്റപ്പെട്ട ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ബന്ധങ്ങൾക്കൊരു ലിമിറ്റേഷൻ വെക്കുകയാണ്, അമിതമായിട്ട് ബന്ധങ്ങളിലേക്കൊന്നും ഇടപെടുന്നില്ല, അത്തരത്തിലൊരു ചിന്താഗതി നിങ്ങളിൽ ഉണ്ട് എങ്കിൽ തീർച്ചപ്പെടുത്തിക്കോളൂ, അത് നിങ്ങൾക്കുള്ളിൽ ഈശ്വരൻ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അത്രയും കാലം മറ്റാരും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഇവരാരും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഒരു ലോകത്ത് ജീവിക്കുവാൻ സാധിക്കും, എനിക്ക് ഈശ്വരൻ തുണയുണ്ട്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുവാൻ സാധിക്കും, ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ അത് ആ ഒരു മനസ്സിൽ ഈശ്വരൻ വസിക്കുന്നത് കൊണ്ടാണ്. അവർ ഈശ്വരനാണ് ആ ഒരു ശക്തി നിങ്ങൾക്ക് തരുന്നത്. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പോലും വിയോഗത്തിൽ മനസ്സ് പതറില്ല, മനസ്സ് തളരില്ല. ആ ഒരു വിയോഗം പോലും ആ ഒരു പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അതൊക്കെ പ്രകൃതി നിയമമാണ്, അതൊക്കെ സർവ്വസാധാരണമാണ്, അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി നമുക്ക് എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ മനസ്സ് വിഷമിക്കുകയോ അല്ലെങ്കിൽ അതൊന്നും തന്നെ നമ്മുടെ മനസ്സിനെ വളരെയധികം തളർത്തുകയോ ഇല്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, നമ്മളെ ഏറ്റവും അധികം തകർക്കുന്ന, തളർത്തുന്ന ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം. അപ്പൊ അതിന് പോലും നമ്മളെ അവർ തകർക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ മറ്റു നിസ്സാര കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കുകയില്ല. അങ്ങനെ ഉറച്ചൊരു മനസ്സിന് ഉടമയായി തീരുക, ഇതാണ് അഞ്ചാമതായിട്ട് ആ ഒരു ഈശ്വരൻ ഒരാളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണം. ഇനി ഒരാളിൽ ഈശ്വരൻ വസിക്കുകയാണ് എങ്കിൽ ആറാമതായി അയാൾക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം എന്ന് പറയുന്നത്, നിങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആരോ നിങ്ങൾക്ക് ശരിയായ നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ചെയ്യാൻ പോകുന്നത് ഒരു തെറ്റാണ്. അങ്ങനെ ആ ഒരു തെറ്റിലേക്ക് ഏർപ്പെടാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരുന്ന് ആരോ ഒരാൾ പറയും, അത് ചെയ്യരുത്, അത് തെറ്റാണ്, അതിൽ നിന്ന് നീ വിട്ടു നിൽക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിലിരുന്ന് ആരോ ഒരാൾ നമ്മളോട് പറയുന്നു എങ്കിൽ ഉറപ്പിച്ചോളൂ, അത് ഈശ്വരനാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഈശ്വരൻ ഇരുന്ന് പറയുകയാണ്, നീ അത്തരത്തിലൊരു തെറ്റ് ചെയ്യരുത്. കാരണം ഈശ്വരൻ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ദേഹമായിരുന്നാലും എവിടെയായിരുന്നാലും അത് പരിശുദ്ധമായിരിക്കണം. ആ ഒരു പരിശുദ്ധിക്ക് വേണ്ടിയാണ് ഈശ്വരൻ നിങ്ങൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ പല അപകടങ്ങളിലും പെട്ടെന്നൊരു തീരുമാനം നമ്മൾ എടുക്കും, അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അവിടെ പോകണ്ട. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ആ പോയിരുന്നു എങ്കിൽ അവിടെ ഉണ്ടായ അപകടത്തിൽ ഒരു പക്ഷേ നമ്മൾ പെടുമായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് എന്തോ പോവാൻ, നമുക്ക് നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ അങ്ങോട്ട് പോകരുത്, അങ്ങനെ ഒരു തോന്നലുണ്ടായി, നമ്മൾ പോയില്ല, അവിടെ ഒരു അപകടം നടന്നു, നമ്മൾ ഐതിഹാസികമായിട്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ വലിയൊരു അപകടം നടന്നു, വലിയൊരു ദുരന്തം നടന്നു, നിങ്ങളുടെ ഒപ്പം ഉള്ളവർക്കൊക്കെ അപകടം പറ്റി, പക്ഷെ നിങ്ങൾക്ക് നിസാര പ്രശ്നങ്ങളെ ഉണ്ടാകുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർത്തും ആ ഒരു പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഏറ്റിട്ടുണ്ടാകില്ല. ഇതൊക്കെ തന്നെ അവർ ഈശ്വരൻ വസിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന 6 ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഈശ്വര ചൈതന്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ ശരിയാവണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾക്കും നമ്മളെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. സദാ നമുക്ക് സന്തോഷമായിരിക്കും ഉണ്ടാവുക. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും അല്ലെങ്കിൽ ഒരു തടസ്സവും ഒരു ദുഃഖവും നമ്മളെ ബാധിക്കുകയില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 6ഓളം സ്വഭാവങ്ങളിൽ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ എത്രത്തോളം ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.